ബിൻസി സജി ക്വീൻസ് കളക്ഷൻസ് ചേർന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസിന്റെ കളക്ഷൻസ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് കോട്ടണിലും അതുപോലെ തന്നെ കോട്ടൺ ടിഷ്യൂ മെറ്റീരിയലിലും അതുപോലെ തന്നെ റിങ്കിൾ റയോൺ മെറ്റീരിയലിലും വരുന്ന കുർത്തീസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ മൂന്ന് പാറ്റേണും നല്ല ഭംഗിയായിട്ട് തന്നെ വേറെ ചെയ്യാൻ പാകത്തിനുള്ള കേട്ടോ. റിങ്കിൾ റയോൺ മെറ്റീരിയൽ വരുന്നത് ഒരു ബഡ്ജറ്റ് റേറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ്. മെറ്റീരിയൽ വരുന്നതും പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഹെക്കോബ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ലാവൻഡർ ആണ്. ലാവൻഡറിന്റെ അകത്ത് ഫുള്ളായിട്ട് ബാത്തിക് പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ലാവൻഡറിന്റെ വൈറ്റും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറിൽ വരുന്ന ബാത്തിക് പ്രിന്റ് ആണ് പോയിരിക്കുന്നത്. ഹെക്കോബ പാറ്റേണിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനുള്ള കളക്ഷൻ ആണ് കേട്ടോ. നെക്ക് ആണെങ്കിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വരുന്ന പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. ഒരു ഹൈ നെക്ക് കോളർ നെക്ക് പാറ്റേണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അത് തന്നെ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. സെന്റർ പോർഷനിൽ ചെറിയ രീതിയിൽ വരുന്ന ഒരു സ്പോഞ്ച് ബോർഡ്സിന്റെ ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ ജസ്റ്റ് ഒരു ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് യോക്കിൽ മാത്രം ഒരു സെപ്പറേഷൻ എന്ന് പറഞ്ഞ പോലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവിന്റെ എൻഡ് പോർഷനിലും സെയിം തന്നെ ഒരു 2 ലെയർ ആയിട്ട് ആ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്. സെയിം തന്നെ ലാവൻഡർ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ. ഈ ലാവൻഡർ കളർ കാണാൻ നല്ല ഭംഗിയായിട്ട് വരുന്ന കളറാണ്. ക്ലാസിക്കൽ കാണിച്ചു തരാം. ഇതുപോലെയാണ് നെക്ക് വന്നിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ കോളർ നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. ഇങ്ങനെയാണ് കേട്ടോ. ഈ പോർഷനിൽ ഇതുപോലെയാണ് ലേസ് വർക്ക് വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റും അതുപോലെ തന്നെ ആ ഒരു ഹെക്കോബ പാറ്റേൺ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ. സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും സെയിം തന്നെ ആ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല സ്റ്റൈലായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിന് ഓഫീസ് വെയർ ആയിട്ടോ അതല്ല ഒരു പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള കോട്ടൺ ലൈനിങ് ആണ്. ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതിന്റെ ലെങ്ത് വരുമ്പോഴേക്ക് ഒരു 47-48 ഇഞ്ചോളം ലെങ്ത് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വരുന്നത് 880. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ടിഷ്യൂ കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നല്ല മെറ്റീരിയലാണ്. നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ബേസ് കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കിന്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. വീഡിയോയിൽ ബ്ലാക്ക് ചിലപ്പോൾ നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ടായിരിക്കും. അങ്ങനെയല്ല, ഒരു ഗ്രേ ബ്ലാക്ക് മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഫുൾ ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. മൾട്ടി കളേഴ്സിൽ വരുന്ന പ്രിന്റ് ആണ് കേട്ടോ. പിങ്ക് ഉണ്ട്, റോസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ, ബ്ലൂ, അങ്ങനെ എല്ലാ കളേഴ്സിന്റെ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഇതിന്റെ നെക്ക് വരുമ്പോഴത്തേക്കും ഹൈ നെക്ക് ആണ് വന്നിരിക്കുന്നത്. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം പാറ്റേണിലാണ്. ഈ പോർഷനിൽ ഈ ഒരു പോർഷൻ വരെ പിൻടെക്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് പിൻടെക്സ് പോയിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു വി കട്ടിങ് വരുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ സ്ലീറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവ് ഒക്കെ സിമ്പിൾ ആയിട്ട് വരുന്ന സ്ലീവ് ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ. നെക്ക് ഇതുപോലെ ഹൈ നെക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ യോക്ക് പോർഷനിൽ ഇതുപോലെ പിൻടെക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വരും കേട്ടോ. ബോഡി പോർഷനിൽ ഈ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ മെറ്റീരിയൽ ആണെങ്കിലും നല്ല മെറ്റീരിയൽ ആണ്. ഷ്രിങ്കേജും കാര്യങ്ങളും ഒന്നും ഉണ്ടാകുന്ന മെറ്റീരിയൽ അല്ല കേട്ടോ. അതുപോലെ തന്നെ കളർ ബ്ലീഡിങ്ങിനുള്ള ചാൻസ് വളരെ കുറവാണ് ഈ ഒരു മെറ്റീരിയലിൽ. നമുക്ക് റെഗുലർ യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ഒരു 46-47 ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്. ഇതുപോലെ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്. സ്ലീവ് വരുന്നത് 3/4 ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 650 DTDC വഴിയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇൻസൈഡ് കേരള നമ്മൾ ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും റിങ്കിൾ റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. ഒരു സെമി പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. റെഗുലർ യൂസിനാണെങ്കിലും നല്ല ഭംഗിയായിട്ട് വരുന്നത് കേട്ടോ. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ടീൽ ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത്. നെക്ക് ഹൈ നെക്ക് ആണ് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷൻ നല്ല ഹെവി ആയിട്ട് വരുന്ന മെഷീൻ എംബ്രോയിഡറി ആണ്. സിൽവർ കളർ ത്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ വരുന്ന സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡി പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു സിൽവർ ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലല്ല, എന്നാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. താഴേക്ക് സ്ലിറ്റഡ് ആണ് വരുന്നത്. ഈ കുർത്തി വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഈ ഒരു സീസണിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനുള്ള കുർത്തിയാണ്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവിന്റെ എൻഡ് പോർഷനിലും ചെറിയൊരു പടി കൊടുത്തിട്ടുണ്ട്. ഈ മെഷ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു പടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാട്ടോ. നെക്ക് ഇതുപോലെ ഹൈനെക്ക് പാറ്റേൺ ഉണ്ട്. ഫ്രണ്ട് പോർഷനിൽ ഒരു വി കട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. യോക്ക് പോർഷനിലേക്ക് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് വരുന്ന മെഷ് എംബ്രോയിഡറിയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബോഡി പോർഷനിൽ വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. വളരെ കംഫർട്ടബിൾ ആണ്. നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണെങ്കിലും എടുത്തിടാൻ പാകത്തിന് അത്രയും കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. റിങ്കിൾ റയോൺ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, വിതൗട്ട് ലൈനിങ്ങിലാണ് ഇതുപോലെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 48 ഇഞ്ചോളം ലെങ്ത് ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ വരും കേട്ടോ. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 399. ബഡ്ജറ്റ് ബൈ റേറ്റിലാണ് വന്നിരിക്കുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആയിട്ടോ കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ബ്രൗൺ ഷെയ്ഡാണ്, കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് സെയിം തന്നെയാണ് കേട്ടോ. ഹൈനെക്കാണ്. അതുപോലെ തന്നെ സിൽവർ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള മെഷ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ. നമുക്ക് റെഗുലർ യൂസ് ചെയ്യാനും അതല്ല ഒരു സെമി പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പാകത്തിനാണ്. നല്ല കംഫർട്ടബിൾ ആണ്. വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 399. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ടോ കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതും നല്ല ഭംഗിയായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ സെയിം തന്നെ ഫീച്ചേഴ്സ് ആണ് ഇതിലും വരുന്നത്. കളറിൽ മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളൂ. ഇതിന്റെ കളർ വരുമ്പോൾ നേവി ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ്. യോക്ക് പോർഷൻ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 399. അടുത്ത കളർ വന്നിട്ട് നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള വൈൻ ഷെയ്ഡാണ്. നമ്മൾ ആദ്യം പറഞ്ഞ സെയിം ഫീച്ചേഴ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷൻ ഇങ്ങനെ വരും. ബോഡിയിലേക്ക് വരുമ്പോൾ ഇതാണ് കളർ വന്നിരിക്കുന്നത്. വിതൗട്ട് ലൈനിങ്ങിൽ റെഗുലർ യൂസ് ചെയ്യാൻ പാകത്തിന്, അതും ബഡ്ജറ്റ് റേറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ടു ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 399. അടുത്ത കളർ വന്നിട്ട് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് വരുന്ന ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. നെക്ക് ഹൈനെക്കാണ് യോക്ക് പോർഷനിൽ സിൽവർ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള മെഷ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ലൈൻ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു സിൽവർ ത്രെഡ് കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. സ്ലീവ് 3/4 ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 399. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് 3 ഡിഫറെന്റ് പാറ്റേണിൽ വരുന്ന കുർത്തീസ് കളക്ഷൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് കാണിച്ചത് കോട്ടണിലാണ്. ഹെക്കോബ പാറ്റേണിൽ വന്നിരിക്കുന്ന കോട്ടൺ കുർത്തിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നല്ല സ്റ്റൈലായിട്ടാണ് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ കാണിച്ചത് ടിഷ്യൂ കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ റിങ്കിൾ റയോൺ മെറ്റീരിയൽ ബഡ്ജറ്റ് ബൈ റേറ്റിലാണ് വന്നിരിക്കുന്നത്. അതും DTDC വഴിയാണെങ്കിൽ ഇൻസൈഡ് കേരള നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം. അതല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും നമ്മൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഫസ്റ്റ് വാഷ് റിങ്കിൾ റയോൺ കുർത്തീസ് ഫസ്റ്റ് വാഷ് റിങ്കിൾ റയോണും കോട്ടണും ഒക്കെ ഫസ്റ്റ് വാഷ് കളർ കാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യട്ടെ. അതിന് ശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും തന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ ഗിവ് അവേയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ യൂട്യൂബിൻ്റെ കമന്റ് ബോക്സ്, അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ കമന്റ് ബോക്സ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കമന്റ് ബോക്സ്, ഇതിൽ വരുന്ന കമന്റ്സിൽ നിന്നുമാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്മൈലിയും അതുപോലെ ചെയ്യരുത്. എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഒപ്പീനിയൻസ് ആവാം, സജഷൻസ് ആവാം, അതല്ലെങ്കിൽ നമ്മൾ എങ്ങനത്തെ പ്രോഡക്റ്റ്സ് ആണ് കൊണ്ടുവരേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സജഷൻസ് ആയിട്ടോ അങ്ങനെയൊക്കെ ഒപ്പീനിയൻസോ ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ ഈ 3 പ്ലാറ്റ്ഫോംസിലും എല്ലാവരും തന്നെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30 നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.